ദൈവത്തെ കാണാൻ കഴിയുന്നില്ല, ദൈവവുമായിട്ടൊരു ബന്ധമില്ല. എന്നാൽ ഈ ജനത്തിന് ഒരു കാര്യം അറിയാം, ഈ മോശയെ പോലൊരു പ്രവാചകൻ ഞങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ല. മോശയിലൂടെ വെളിപ്പെട്ട ദൈവപ്രവൃത്തി, മോശയിലൂടെ ഞങ്ങളെ നയിച്ച കരങ്ങൾ അവർ കണ്ടില്ല എങ്കിലും മോശയെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അവർ പറയുന്ന ഇന്നും പറയുന്ന ഒരു കാര്യമുണ്ടോ? യഹൂദൻ പറഞ്ഞു വെക്കുന്നു, മോശയെ പോലൊരു പ്രവാചകൻ ഇന്നുവരെ ജനിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, മോശയോട് കൂടെ ഇരുന്ന് അനുഗ്രഹിച്ച ദൈവം മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ടോ? നിന്റെ അനുഗ്രഹത്തിൽ കുറച്ചെടുത്ത് നീ ആരെ അനുഗ്രഹിക്കുക? 70 പേരെ അനുഗ്രഹിക്കാനാണ് പറയുന്നത്. അപ്പൊ മോശയുടെ അനുഗ്രഹത്തിന്റെ മഹത്വം എത്ര വലുതാ! അവൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ടോ, ഈ ജനത്തിനിടയിലും ദൈവത്തിനിടയിലും നിന്നുകൊണ്ടോ, ജനത്തിന് വേണ്ടി ഇടയിൽ നിൽക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തി കാണാൻ, ദൈവത്തിന്റെ മഹത്വം കാണാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഒന്നവർ അനുഭവിച്ചറിഞ്ഞു, അവന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചറിഞ്ഞത് കൊണ്ട് അവർ ദൈവത്തെ എന്നവർ പറയുന്നത്, മോശയെ പോലെ ഒരു പ്രവാചകനെ ഞങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് വളരെ വ്യക്തമായി ഇസ്രായേൽ ജനം പറയുന്നത്, ദൈവം മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരുന്നാൽ മതി, ഞങ്ങൾ നിന്നെ പാലിക്കാമെന്ന് പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതയാത്രകളിൽ ഈ ദൈവത്തെ ജീവിക്കുന്നവരായ യേശുവിനെ നിങ്ങൾ കൂടുതൽ രുചിച്ചറിഞ്ഞാൽ, നിന്ദിക്കുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, പരിഹസിക്കുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, തകർച്ചകളുടെ മുന്നിൽ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളുടെ തലമുറകൾക്കെതിരായി എഴുന്നേൽക്കുന്നവരുടെ മുൻപിൽ നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ കർത്താവിന്റെ സാക്ഷികളായി നിൽക്കാൻ തുടങ്ങാം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. കാണുന്നവരെ കേൾക്കുന്നവരുടെ മുൻപിൽ യഹോവയായ ദൈവം ആ കുടുംബത്തോട് കൂടെയുണ്ട്, അവരുടെ തലമുറകളോട് കൂടെയുണ്ടെന്ന് പറയുവാൻ കഴിയുന്ന നിലയിൽ അവസ്ഥകൾക്ക് മാറ്റം വെളിപ്പെടാൻ തുടങ്ങും. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇതിനായി നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടോ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി എഴുന്നേൽക്കാം. നമുക്ക്